ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ചാർലി. സോ ഒന്ന് ദേവസ്ഥലത്തിൻ്റെ 8th എപ്പിസോഡാണ്. സോ ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലേ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. നമ്മളിന്ന് വീക്ക്ലി ചലഞ്ചിൻ്റെ ബിൽഡാണ് ചെയ്യാൻ പോകുന്നത്. വീക്ക്ലി ആയിട്ടല്ല നമ്മൾ ചലഞ്ച് വെക്കുന്നത്. അപ്പോൾ ചലഞ്ചിൻ്റെ ഓക്കെ ചലഞ്ച് ബിൽഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു ബിൽഡാണ്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് മുകളിൽ നിങ്ങൾക്ക് മിനി ഹഡിൽ ഡേറ്റ് കാണാം. ബട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നത് ഈ ഡേറ്റിലായിരിക്കും. പിന്നെ ഓൾസോ എൻ്റെ സ്കിന്ന് നോക്കണ്ട, ഇത് ടീ ലോഞ്ചറത്തെ സ്കിന്നാണ്. ഞാൻ ടീ ലോഞ്ചറാണ് യൂസ് ചെയ്യുന്നത് PC കളിക്കുക. അപ്പോൾ ഇത് ഞാൻ മാറ്റും. നമ്മളെ ഓൾഡ് സ്കിൻ, അതായത് നമ്മളെ ഡിഫോൾട്ട് സ്കിൻ തന്നെ എടുക്കും. ഡിഫോൾട്ട് സ്കിന്നെ സ്റ്റീവല്ല, നമ്മളെ ചാർലി സ്കിൻ തന്നെ എടുക്കും. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്, സാരമില്ല, പോട്ടെ. അപ്പോൾ നമ്മളെ ബിൽഡിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു ടെമ്പിളാണ് ചെയ്യേണ്ടത്. ഒരു ടെമ്പിളിൽ നമ്മൾ റിയൽ ലൈഫിൽ അനിമലിനെ ഇൻസ്പയർ ചെയ്തിട്ട്, റിയൽ ലൈഫ് ആവണമെന്നില്ല, അതായത് നമ്മൾ ആ അനിമൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അനിമൽ ഉണ്ടെങ്കിലും മതി. അതായത് ചില നാട്ടിൽ ചില അനിമൽ വിശ്വസിക്കുന്നുണ്ട്, അതായത് മനസ്സിലായോ, ആ അനിമൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, ബട്ട് ശരിക്കും ആ അനിമൽ ഇല്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏലിയന്, ഡ്രാഗന്, അങ്ങനെ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഡ്രാഗൻ്റെതാണ്. അപ്പം നിങ്ങൾ തോന്നും ഇതാണ് നമ്മളെ ബിൽഡ്. ഓൾമോസ്റ്റ് ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇതിൻ്റെ മുകളിൽ റൂഫ് വരണം. ഇത് ചർച്ചാണ് വരുന്നത്. അപ്പം നിങ്ങൾ പറയും, എന്താണ് ഈ ചർച്ചിൽ ഈ മണ്ടൻ ചെയ്യുന്നത്? അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡ്രാഗൺ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയും. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. ആൻഡ് ഇത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ മാത്രമുള്ളൊരു വീഡിയോ. അപ്പോൾ ഇത്രയും പണിയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. താഴത്തോട്ട് പോകണ്ട. ആൻഡ് ഇത് ഇനി അപ്പുറത്തൊരു ചുമരും കൂടി വരാൻ, ചുമരം മീൻസ് വാളും കൂടി വരാണ്ട്. ആൻഡ് ഇത് ഞാൻ ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത്രയും വലിയ ബിൽഡൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. 1 സീൻ ബിൽഡായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, കൈ കണ്ടോ, ഡയമണ്ട് ഫ്ലക്സ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ഈ സ്കിന്നിൽ ഇഷ്ടപ്പെടാത്ത ഈ മാസ്കാണ്. ഇത് എൻ്റെ ആജന്മ ശത്രുവിൻ്റെ മാസ്കാണ് ഗൈസ്. എനിവേ, ഈ ബിൽഡിന് കാര്യമായിട്ട് വേണ്ട ആൻഡസൈറ്റാണ്. ആൻഡസൈറ്റ് കിട്ടാൻ നല്ല ടാസ്ക്കാണ് ഗൈസ്. നമ്മൾ ബീക്കണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്റ്റോൺ ഫാമിൻ്റെ അവിടെ. ബട്ട് ആൻഡസൈറ്റ് ആ ഏരിയയിൽ എവിടെയും കാണുന്നില്ല. ബീക്കൺ സെറ്റ് ചെയ്ത ഏരിയയിൽ എവിടെയും കാണുന്നില്ല. നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ പ്രോപ്പർ മൈനിങ് ഏരിയ ഇതുവരെയായിട്ട് സെറ്റ് ചെയ്തില്ല. നമ്മളെ ബേസിൻ്റെ അടുത്ത ഒരു റെവീൻക പോവലുണ്ട്. പിന്നെ ഓൾസോ ഞാൻ ചെറുതായിട്ട് ഡെത്തായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ പോയി. ഇത് നോർമൽ ഡയമണ്ട് ആർമർ, അത് മണ്ടന്മാരെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആർമർ. വലിയ പവറൊന്നുമില്ല. പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ നെതർ റേറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഫുൾ നെതർ റേറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ഫോർച്യൂൺ 3 പിക്കാക്സ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ചത്തപ്പോൾ, ഡെഡായപ്പോൾ. എനിവേ, ഇതാണ് നമ്മളെ ബിൽഡ്. അപ്പം ഇനി ഇതിൻ്റെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഈ ചർച്ചിൻ്റെ മുകളിലാണ് നമ്മളോട് ഡ്രാഗൺ വരിക. ഡ്രാഗൺ ഓൾറെഡി നമ്മളെ മാഗ്മ ബ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചൈനീസ് ഡ്രാഗൺ അവൻ ചെയ്യുന്നത്. ഞാനൊരു ടിപ്പിക്കൽ ക്ലാസിക് ഡ്രാഗൺ, മീൻസ് ഒരു എക്സാക്ട് ഡ്രാഗൺ എങ്ങനെ നിൽക്കുക, അതായത് നിങ്ങൾ സിനിമ കാണുന്ന ആൾക്കാരാണ് അറിയാം ഡ്രാഗണ് എങ്ങനെയാണ് നിൽക്കുകയെന്ന്. അപ്പോൾ ആ ഡ്രാഗനായിരിക്കും നമ്മളിവിടെ മുകളിൽ ചെയ്യുക.
ആ ഡ്രാഗൻ്റെ സ്റ്റാച്യു സ്റ്റോണിൽ ചെയ്യാനാണ് പ്ലാൻ. വേറെ ഏത് ബ്ലോക്ക് ആപ്റ്റായിട്ടുള്ള ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വെർച്വൽ ഡീപ് സ്ലേറ്റ് ഇല്ല, അതൊരു സീനാണ്. അപ്പോൾ ഇതിൻ്റെ റീപ്ലേ മോഡൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. ബട്ട് എനിക്ക് പി സിയിൽ റീപ്ലേ മോഡ് സേവ് ചെയ്യില്ല എങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ട്, മണ്ടനായതുകൊണ്ട് അതിൻ്റെ ഇത് കറക്റ്റായിപ്പോയി. പിന്നെ താഴത്തെ ഫ്ലോറ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെയും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ഒരു ബംഗാളിനെ കിട്ടുകയാണെങ്കിൽ ലാഭമായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഡർട്ടൊക്കെ ഒന്ന് മാന്തി കൊണ്ടുപോകാൻ ഒരാൾ കിട്ടിയെങ്കിൽ മുതലായേനെ. പിന്നെ ഇവിടെ ഒരു ഷിപ്പും കൂടി വരും. അത് നമ്മൾ ചലഞ്ചിൻ്റെ ഇതിലല്ല, അത് എക്സ്ട്രാ വരുന്നതാണ്, ചലഞ്ചിനല്ലാതെ വരുന്നതാണ് ഷിപ്പ്. ഓൾസോ ഒരു ഗ്രേവ് യാർഡും വെക്കുന്നുണ്ട് നമ്മൾ. ഗ്രേവ് യാർഡിൻ്റെ കാര്യം ഇപ്പം ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഗ്രേവ് യാർഡ് വരുമെന്ന് ഞാൻ റിവീൽ ചെയ്തു. ബട്ട് അത് എന്താണ് ഗ്രേവ് യാർഡിൻ്റെ കൺസെപ്റ്റ് എന്ന് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യില്ല. അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ബിൽഡ് കംപ്ലീറ്റ് ആക്കിയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഫൈനൽ, അതായത് ഡെഡ് ലൈൻ എന്ന് പറയുമ്പം, ബിൽഡിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുമ്പം മെയ് 11 ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഐ തിങ്ക് മെയ് 5 കണ്ടാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡക്ഷൻ തരാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ആൻഡ് ഞാൻ റീപ്ലേ മോഡ് ആഡ് ആക്കണം എന്ന് കരുതിയിരുന്നു, ബട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. സോ നെക്സ്റ്റ് വീഡിയോ കാണാം.